അങ്ങനെ അനു പറഞ്ഞ കഥയിലെ ഒരു സെറ്റപ്പ് അവിടെ അല്ലേനും മൊട്ടക്കുന്നാണേനും. ഇത് കണ്ടത് ഫ്രണ്ട്സ് എല്ലാം അവളോട് പറഞ്ഞു നിനക്ക് തോന്നിയതാക്കാരം, ഇങ്ങനെയൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല. ഇവരെല്ലാം ഇത് പറഞ്ഞാണ്ട് നീ ഒറ്റക്ക് പോയപ്പോ നിനക്ക് ഇങ്ങനെ തോന്നിയതാക്കാരം എന്ന് പറഞ്ഞത് അങ്ങ് ഒഴിവാക്കി വിട്ട്. പക്ഷെ അനുവിന് ഇത് ഒഴിവാക്കാൻ പറ്റൂല, കാരണം ഇവക്ക് ഈ പുഴനെ കുറിച്ച് അറിയേയില്ല. ഈ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഈ പുഴ കാണാൻ പോകുന്നതും. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഈ ഫ്രണ്ടിന്റെ കൈയും പിടിച്ചിട്ടാണ് ഈ കപ്പേള വരെ ഇവള് ഓടുന്നത്. അതുകൊണ്ട് തന്നെ അനുവിന് ഒന്നുകിൽ അനുവിന്റെ ഈ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ രൂപത്തിൽ വേറൊരു എൻറ്റിറ്റി ഉണ്ട് എന്നുള്ളത് അനുവിന് ഉറപ്പാണ്. അങ്ങനെ ഇവളങ്ങനെ വീട്ടിൽ പോയിട്ട് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഈ ഏരിയക്ക് ഇങ്ങനെ പോവുകയും ചെയ്യരുത്, അങ്ങനെ ആരും പോകലും നിൽക്കലൊന്നും ഇല്ല ആ ഏരിയയിൽ. കുറെ ആൾക്കാർ ആ പൊയ്യെ ചാടി മരിച്ചോണ്ടാണ് ആ സ്ഥലം ആരും മേടിക്കാത്തത്, അവിടെ വീടൊന്നും വെക്കാത്തതെന്ന് പറഞ്ഞേ. ഇതോടെ കേട്ടപ്പോ ഇവക്ക് ഇങ്ങനെ തോന്നി ഈ ഒരു ക്രീച്ചർ ഇവളെ പുഴയ്ക്കായിരുന്നു കൊണ്ടുവരുന്നത്. അതായത് ഇവിടെ പുഴയ്ക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ ഈ ഒരു പട്ടിയാളെ കുറച്ചുകൊണ്ട് മാത്രമല്ലേ ഇവരിന്റെ തിരിച്ചു പോകുന്നത്. അപ്പൊ ഇവളിങ്ങനെ ആലോചിച്ചു, ഒന്നെങ്കിൽ ഈ ക്രീച്ചർ ഇവളെ പുഴയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ലൈക്ക് ആ ഒരു പട്ടിയാൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവള് രക്ഷപ്പെട്ടത്. ഇതൊരു 2-3 വർഷം മുന്നേ നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ്. പക്ഷെ ഇപ്പോഴും അനുവിന് ശരിക്കും അന്ന് എന്താ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവം ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് തോന്നലാന്ന് പറയും ഭയങ്കര സിമ്പിൾ ആയിരിക്കും. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് അത് തോന്നലാന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് തന്നെ അനു ഈ കഥ ആരോടൊക്കെ പറഞ്ഞിരിക്കുന്നോ ആരും വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അനുവിന് ഉറപ്പാണ് അന്ന് കാര്യമായിട്ട് എന്തൊക്കെ സംഭവിക്കാൻ പോവുകയായിരുന്നു. ജസ്റ്റ് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ചിലപ്പോൾ ആ പട്ടിയാള് കാരണമായിരിക്കും ആള് രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇത്രയുള്ള ഈ സ്റ്റോറി ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ അനുവിനെ പോലെ തന്നെ ഇങ്ങനത്തെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും. അതായത് നമുക്ക് വെർബലി വേറൊരാളോട് പറഞ്ഞു കൊടുക്കാനോ പ്രൂവ് ചെയ്യാനോ ഒന്നും ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളായതുകൊണ്ട് നമുക്കത് തോന്നലായിട്ട് ഒഴിവാക്കി ഇടാനും കഴിയൂല.